ഗുഡ് മോർണിംഗ്. തുഷാൻ ബ്ലോഗ്സ് ഇന്നുള്ളത് മാനന്തവാടിക്ക് അടുത്തുള്ള വാളാടാണ്. ഇവിടെ നമുക്കൊരു അമ്മുച്ചേച്ചിയെ പരിചയപ്പെടാം. അപ്പോൾ അതാ ജസ്റ്റ് നമ്മുടെ അമ്മുച്ചേച്ചിയുടെ വീട്ടിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ചേച്ചീൻ്റെ പേരെന്താ? അമ്മു എന്നാണോ? ഭർത്താവിൻ്റെ പേരെന്താ? സുരേഷ് ആണോ? വെരി ഗുഡ്. അല്ല, എത്ര കുട്ടികളാ? രണ്ടാള്. കല്യാണം കഴിഞ്ഞോ കുട്ടികളൊക്കെ? രണ്ടും കഴിഞ്ഞ്. ജോലിയുള്ള ആളുകളാണോ കുട്ടികൾ? ആ, അത് ശരി. നാടൻ പണിക്ക് പോകും. മോളെ ഭർത്താവിന് എന്താ ജോലി? നിങ്ങളുടെ ഭർത്താവിന് എന്താ പരിപാടി? ആ, ഈ പൂവിട്ടതാരാണ്? അടിപൊളിയായിട്ട് കേട്ടോ. നിങ്ങൾ ഇങ്ങനെ സ്വന്തം വരച്ച് ചെയ്താണോ? ആണോ? അടിപൊളിയായിട്ടല്ലോ. പഠിക്കുമ്പോഴിങ്ങനെയൊക്കെ സ്കൂളൊക്കെ എത്ര വരെ പഠിച്ചിട്ടുണ്ട്? 6ാം ക്ലാസ് വരെ. ആ, ഇവിടെ തന്നെയാണോ വീട്? ആ, കല്യാണം കഴിഞ്ഞിട്ട് എത്ര വർഷമായി? 40 വർഷമായി. ഇപ്പം ജോലിക്കൊക്കെ പോവോ? ആ, അപ്പോൾ ഇതാണ് അമ്മു ചേച്ചിൻ്റെ വീടല്ലേ? ഇവിടെ എത്ര വർഷമായി? ആണോ? ആ, 2 വർഷം. പുതിയ വീടുണ്ടാക്കിയതാ? അത് ശരി. ആ, എല്ലാ പച്ചക്കറി എല്ലാം വാങ്ങി വെച്ചിട്ടുണ്ടല്ലോ. ഓണക്കോളാണോ? അതെന്താ കൊലയാണോ അവിടെ വെച്ചിരിക്കുന്നത്? സ്വന്തം കൊലയാണോ അതെല്ലോ? മറ്റെന്ത് തേങ്ങ? ഇവിടെ തേങ്ങ ഉണ്ടോ? ആ, ശരി. ഓക്കെ, അടിപൊളി. അപ്പം വീടൊക്കെ നല്ല സൂപ്പർ വീടാണല്ലോ. ആ, അടിപൊളിയാ. ചായ നമുക്ക് എടുക്കാം. നിങ്ങളെ ഈ പുഞ്ചിരിയേക്കാൾ വലുതാണോ ചായ ഞങ്ങൾക്ക്? അടിപൊളിയല്ലേ? അമ്മു ചേച്ചി, പണ്ടത്തെ അമ്പും വില്ലും അല്ലേ? ഇത് ഉപയോഗിക്കാൻ അറിയാമോ? ഉപയോഗിച്ചിട്ടുണ്ടോ? ഇതിങ്ങനെ ഒന്ന് കൊലച്ച് പിടിച്ചത്? ആ ആ, എന്തമ്പാണ് ഇത്? ഇത് കത്തിയമ്പ്. ആ, അത് മൃഗങ്ങളൊക്കെ പണ്ട് പിടിക്കുന്നതില്ലേ? ആ, പിടിച്ചത് ഒന്ന് 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 കാണിച്ചേ. അങ്ങനെയാണ് ചെയ്യല്ലേ? അടിപൊളി. ഇപ്പൊ ഉപയോഗിക്കലൊന്നുമില്ല. പണ്ടെല്ലാം അങ്ങനെ ഒരു ചടങ്ങിന് മാത്രമേ എടുക്കുകയുള്ളൂ, അല്ലാണ്ട് ഇങ്ങനെ ഉപയോഗിക്കുന്നില്ല. സുരേഷ് ഏട്ടൻ ഇനി ഇപ്പൊ ഒന്നും വരിക ഉണ്ടാവില്ലല്ലേ? മറ്റേ ഒരമ്പ് താഴെ വെച്ചിട്ടുണ്ടല്ലോ. അത് മുട്ട, അതിനൊന്നുമില്ല. ഇതേപോലെ തന്നെ അതെന്തിനാ ഉപയോഗിക്കുന്നത്? ഇത് പക്ഷീനെല്ലാം കൊല്ല. ഇത് പക്ഷീൻ്റെ എല്ലാം ചെയ്യാം. ഇത് മൃഗങ്ങളെ, വലിയ മൃഗങ്ങളെല്ലാം ചെയ്യാനും ഇങ്ങനെ ചെയ്യുക. ഇങ്ങനെ ചെയ്യും. ഇങ്ങനെ വെച്ച് വിട്ടാൽ അടിപൊളി. ആ, ഇതിനിങ്ങനെ കൊള്ളും കമ്പിന്. ഒന്ന് പതുക്കനൊന്ന് അങ്ങോട്ട് ചെയ്യാവുക. പതുക്കന പതുക്കന പതുക്കന. ആ, അമ്മു ചേച്ചി, ഒരുപാട് താങ്ക്സ്. ഇന്ന് തുഷാരം ബ്ലോഗ്സിൻ്റെ കൂടെ അങ്ങയുടെ വിലപ്പെട്ട കുറേ സമയം ചിലവഴിച്ചതിന് തുഷാരം ബ്ലോഗ്സിൻ്റെ ഒരുപാട് നന്ദി അറിയിക്കുന്നു. ഇനിയും വയനാട്ടിൽ വരുമ്പം അങ്ങയെ കാണാൻ ഞങ്ങളെത്തും. താങ്ക് യു വെരി മച്ച്.